Now we will do some more problems from the topic scalar product or dot product of two vectors. Question number 1. If vector A is equal to 2i cap plus 2j cap plus 3k cap, vector B is equal to negative I cap plus 2j cap plus k cap, and vector C is equal to 3i cap plus j cap are such that vector A plus lambda vector B is perpendicular to vector C, then find the value of lambda. നമുക്ക് വെക്റ്റർ എ പ്ലസ് ലാംഡ വെക്റ്റർ ബി വെക്റ്റർ സിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വെക്റ്റർ എ പ്ലസ് ലാംഡ വെക്റ്റർ ബി കാണാം. വെക്റ്റർ എ പ്ലസ് ലാംഡ വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു 2i പ്ലസ് 2j പ്ലസ് 3k പ്ലസ് ലാംഡ ഇൻറ്റു നെഗറ്റീവ് ഐ പ്ലസ് 2j പ്ലസ് k. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് ലാംഡ ഇൻറ്റു ഐ ക്യാപ് പ്ലസ് 2 പ്ലസ് 2 ലാംഡ ഇൻറ്റു j ക്യാപ് പ്ലസ് 3 പ്ലസ് ലാംഡ ഇൻറ്റു k ക്യാപ്. Also, vector C is equal to 3i plus j. Since vector A plus lambda vector B is perpendicular to vector C, we have vector A plus lambda vector B dot vector C equal to 0. Perpendicular ആണെങ്കിൽ dot product 0 ആയിരിക്കുമല്ലോ. Therefore, 2 minus lambda into 3 plus 2 plus 2 lambda into 1 plus 3 plus lambda into 0 equal to 0. ഇനി ബ്രാക്കറ്റൊക്കെ മാറ്റി സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 6 മൈനസ് 3 ലാംഡ പ്ലസ് 2 പ്ലസ് 2 ലാംഡ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 8 മൈനസ് ലാംഡ ഈക്വൽ ടു 0. ദെർഫോർ ലാംഡ ഈക്വൽ ടു 8. ഇതാണ് ആൻസർ. Second question, if vector A, vector B, vector C are unit vectors such that vector A plus vector B plus vector C equal to 0, find the value of vector A dot vector B plus vector B dot vector C plus vector C dot vector A. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും യൂണിറ്റ് വെക്റ്റേഴ്സ് ആയ കാരണം magnitude of vector A equal to magnitude of vector B equal to magnitude of vector C equal to 1. Also, it is given that vector A plus vector B plus vector C equal to 0. Equation number 1. നമ്മളിനി ഫസ്റ്റ് ചെയ്യണത് ഫസ്റ്റ് ഇക്വേഷനും വെക്റ്റർ എ ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ഈക്വൽ ടു റൈറ്റ് സൈഡിലും എടുക്കുക. അപ്പോൾ വെക്റ്റർ എ ഡോട്ട് 0 എന്ന് വരും. ദാറ്റ് ഈസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ സി ഈക്വൽ ടു 0. Now A dot A is magnitude of vector A square plus vector A dot vector B plus മറ്റേ ഞാൻ ഓർഡർ മാറ്റി ചെയ്തിട്ടുണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആയ കാരണം അതിനെ വെക്റ്റർ സി ഡോട്ട് വെക്റ്റർ എന്ന് എഴുതി ഈക്വൽ ടു 0. Now magnitude of vector A is 1. Therefore 1 square plus A dot B plus C dot A equal to 0. Therefore A dot B plus C dot A equal to -1. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് വെക്റ്റർ ബി ഡോട്ട് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ സി ഈക്വൽ ടു 0. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആയ കാരണം വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ എനെ വെക്റ്റർ എ ഡോട്ട് ബി എന്ന് എഴുതി പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബീനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി സ്ക്വയർ എന്ന് എഴുതി പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ സി ഈക്വൽ ടു 0. Therefore we get വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ സി ഈക്വൽ ടു നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ നമുക്ക് -1 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 3. Similarly take vector c dot first equation. Then we get vector c dot vector a plus vector b dot vector c equal to -1. Equation number 4 എന്ന് കൊടുക്കാം. Next we have to add equations 2, 3 and 4. Then we get 2 into vector a dot vector b plus vector b dot vector c plus vector c dot vector a. ആഡ് ചെയ്യുമ്പോൾ 2a ഡോട്ട് ബി പ്ലസ് 2b ഡോട്ട് സി പ്ലസ് 2c ഡോട്ട് എ എന്നാണ് വരിക. എന്ന് 2 ഔട്ട് സൈഡ് എടുത്തിട്ട് എഴുതിയേക്കാണ്. ഈക്വൽ ടു റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ -3 എന്ന് വരും. Therefore വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ സി ഡോട്ട് വെക്റ്റർ എ ഈക്വൽ ടു -3/2. Next question number 3. If vertices a, b, c of a triangle ABC are
1, 2, 3, -1, 0, 0 and 0, 1, 2 respectively. Then find angle ABC. അപ്പോൾ നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. ട്രയാങ്കിൾ ABC വരയ്ക്കാം. നമുക്ക് കാണേണ്ടത് ആംഗിൾ ABC ആണ്. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ BC ആൻഡ് വെക്റ്റർ BA. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെക്റ്റർ BCയും വെക്റ്റർ BAയും കാണാം. വെക്റ്റർ BC is equal to വെക്റ്റർ OC minus വെക്റ്റർ OB. Position vector of C minus position vector of B, that is equal to 0I plus j plus 2k minus bracket le negative I plus 0j plus 0k, which is equal to I plus j plus 2k. Now vector BA is equal to vector OA minus vector OB, that is equal to I plus 2j plus 3k minus negative I plus 0j plus 0k, that is equal to 2i plus 2j plus 3k. Now cos B equal to vector BC dot vector BA divided by magnitude of vector BC into magnitude of vector BA. That is I plus j plus 2k dot 2i plus 2j plus 3k divided by root of 1 square plus 1 square plus 2 square into root of 2 square plus 2 square plus 3 square. That is equal to 1 into 2 plus 1 into 2 plus 2 into 3 divided by root 6 into root 17, which is equal to 10 by root of 102. Therefore, angle ABC equal to cos inverse 10 by root of 102. Next question number 4. Show that the points A 127, B 263 and C 310, -1 are collinear. അപ്പോൾ നമുക്ക് 3 പോയിൻറ്റ്സ് കൊളീനിയർ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് നമ്മൾ 2 വെക്റ്റർ കണ്ടുപിടിക്കുകയാണ്. വെക്റ്റർ AB is equal to വെക്റ്റർ OB minus വെക്റ്റർ OA. ദാറ്റ് ഈസ് 2i plus 6j plus 3k minus ബ്രാക്കറ്റിൽ I plus 2j plus 7k, which is equal to I plus 4j plus -4k. Now vector AC equal to vector OC minus vector OA, that is 3i plus 10j minus k minus bracket I plus 2j plus 7k, which is equal to 2i plus 8j minus 8k. Now take 2 outside, then we get 2 into I plus 4j minus 4k, which is equal to 2 into vector AB. That is vector AC equal to 2 into vector AB. We have vector AC as a scalar multiple of vector AB. Therefore, A, B, C are collinear. Now question number 5. Show that the vectors 2i minus j plus k, I minus 3j minus 5k and 3i minus 4j minus 4k form the sides of a right angled triangle. നമുക്ക് തന്നിട്ടുള്ള 3 വെക്റ്റേഴ്സിനെ വെക്റ്റർ എ, വെക്റ്റർ ബി, വെക്റ്റർ സി എന്ന് എടുക്കാം. ലെറ്റ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് കെ, വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു I മൈനസ് 3j മൈനസ് 5k, വെക്റ്റർ സി ഈസ് ഈക്വൽ ടു 3i മൈനസ് 4j മൈനസ് 4k. ഐക്കും ജെയ്ക്കും കെയ്ക്കും ക്യാപ്പ് ഇടണം കേട്ടോ. Now we will find vector A plus vector B. It is equal to 2i minus j plus k plus I minus 3j minus 5k, and it is equal to 3i minus 4j minus 4k, which is equal to vector C. Therefore, we can say that vector A, vector B, vector C form sides of a triangle. Now we have to show that they form the sides of a right triangle. For that, we will find vector A dot vector B. Vector A dot vector B equal to 2 into 1 plus -1 into -3 plus 1 into -5, which is equal to 2 plus 3 minus 5, and it is equal to 0. Since the dot product is 0, we can say that vector A is perpendicular to vector B. Thus, vector A, vector B, vector C form sides of a right angled triangle. നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ ആണെന്ന് കാണിച്ചു. അതിൽ 2 സൈഡ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ ഇസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ.
Question number 6. Three vectors vector A, vector B, vector C satisfy the condition vector A plus vector B plus vector C equal to 0 vector. Evaluate mu is equal to vector A dot vector B plus vector B dot vector C plus vector C dot vector A if magnitude of vector A equal to 3, magnitude of vector B equal to 4, magnitude of vector C equal to 2. Given vector A plus vector B plus vector C equal to 0. നമ്മളിനി ചെയ്യണത് വെക്റ്റർ എ ഡോട്ട് ഈ ഇക്വേഷൻ എടുക്കണം. അപ്പോൾ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ സി ഈക്വൽ ടു 0. Therefore we get vector A dot vector B plus vector A dot vector C equal to negative magnitude of vector A square, that is negative 9. Equation number 1 കൊടുക്കാം. ഇനി similarly we can take vector B dot. Vector B dot vector A plus vector B plus vector C equal to 0. ഇത് simplify ചെയ്താൽ vector A dot vector B plus vector B dot vector C equal to negative 16 എന്ന് കിട്ടും. Equation number 2. അതേപോലെ vector C dot vector A plus vector B plus vector C equal to 0 ചെയ്ത് കഴിഞ്ഞാൽ vector C dot vector A plus vector B dot vector C equal to negative 4 എന്ന് കിട്ടും. Equation number 3. Now add equations 1, 2 and 3. Then we get 2 into vector A dot vector B plus vector B dot vector C plus vector C dot vector A equal to negative 29. Therefore mu is equal to negative 29 by 2. Now question number 7. Let vector A, vector B and vector C be three vectors such that magnitude of vector A equal to 3, magnitude of vector B equal to 4, magnitude of vector C equal to 5 and each one of them is perpendicular to the sum of the other two. Find magnitude of vector A plus vector B plus vector C. It is given that magnitude of vector equal to 3, magnitude of vector B equal to 4, magnitude of vector C equal to 5. Also it is given that each vector is perpendicular to the sum of the other two. Therefore their dot product will be equal to 0. That is vector A dot vector B plus vector C equal to 0, vector B dot vector C plus vector A equal to 0, vector C dot vector A plus vector B equal to 0. Now we have to find magnitude of vector A plus vector B plus vector C. So we will start from magnitude of vector A plus vector B plus vector C square, and it is equal to vector A plus vector B plus vector C dot vector A plus vector B plus vector C. Distributive property apply ചെയ്യുമ്പോൾ vector A dot vector A plus വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി എന്ന് എഴുതാം. പ്ലസ് അടുത്തത് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ എ എന്ന് എഴുതിയിട്ട് പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ഡോട്ട് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ഡോട്ട് വെക്റ്റർ സി. അതങ്ങനെ ഗ്രൂപ്പ് ചെയ്തേക്കുന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Therefore we can write magnitude of vector A square plus magnitude of vector B square plus magnitude of vector C square. ബാക്കിയുള്ള ടേംസ് ഒക്കെ 0 ആയിരിക്കും. And it is equal to 9 plus 16 plus 25 equal to 50. Therefore magnitude of vector A plus vector B plus vector C equal to root 50 and it is equal to 5 root